ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് റിസ. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു രാവിലെയാണ് കേട്ടോ, വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് എണീക്കാൻ ലേറ്റായിപ്പോയി. അപ്പോൾ അതാ ചായ ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള ദോശ ഉമ്മിച്ച് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ദോശയാകുമ്പോൾ എനിക്കുള്ള ആ മാവ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് ചുട്ടങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ നെയ് റോസ്റ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെ ആയി കിട്ടിയില്ല കേട്ടോ, കുറച്ച് കട്ടി പോയി. ഞങ്ങൾ ഇന്നലെ വിഷുമാറ്റ ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ചട്ടിയും കലമൊക്കെ വാങ്ങിച്ചതാണ്. വെക്കേഷനൊക്കെ അല്ലേ, കുറച്ച് സ്ക്രീനിങ് ടൈമൊക്കെ കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇനി മോനുള്ള കുറുക്ക് റെഡിയാക്കി എടുക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിന് മുമ്പ്. അതാകുമ്പോൾ മോനൊരു ഫീഡ് കഴിഞ്ഞിട്ട് ഉറങ്ങിയത്. അപ്പോൾ ഇനി എണീക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുക്കെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറുക്ക് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഈന്തപ്പഴം ആണ് കേട്ടോ മധുരത്തിന് വേണ്ടി ഉപയോഗിക്കണത്. പനങ്കൽക്കണ്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലി ഇങ്ങോട്ട് പീൽ ചെയ്ത് കിട്ടും. പിന്നെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ അതിലേക്ക് ഞാൻ റാഗിപ്പൊടി മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ചതാണ്. അത് മിക്സ് ചെയ്ത് കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ കണ്ണങ്കായയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, കണ്ണങ്കായ പൊടിയിൽ. അതിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ കുറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. പിന്നെ അത് തണുക്കുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇനി കുറുക്ക് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും പിന്നെ തക്കാളി ചട്നി അല്ല കേട്ടോ, തക്കാളി വാട്ടിയതാണ് ഇവിടെ എങ്ങനെയാണ് പറയുക. തക്കാളി ചോറിനൊക്കെ വാട്ടില്ല, അതേപോലെ തക്കാളി വാട്ടിയതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചായ കുടിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്. പിന്നെ എല്ലാം കൂടെ കൂടിക്കിടക്കുമ്പോൾ ഉച്ചക്കാലത്തെ പണിയും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളാവും. അപ്പോൾ ഉള്ളത് അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ ഒരുപാട് ഉണ്ടാവില്ലല്ലോ. അത് വിചാരിച്ച് ഞാൻ ആ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് തിളച്ച് വന്നിട്ടുണ്ട്. അതങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഉച്ചക്ക് അധികം ഒന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ പരിപ്പെങ്ങാൻ കുത്തിക്കാച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പരിപ്പ് അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിയും ഒക്കെ തൊലിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഇറച്ചി മീനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് സിമ്പിൾ ലഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കുത്തിക്കാച്ചാന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള വറ്റൽമുളകും ചുമന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അതിനിടയിൽ പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ജസ്റ്റ് ഒന്ന് വേവ് കൂടിപ്പോയി, സാരില്ല. എന്നാലും ഞാനപ്പോൾ ഇതാ പരിപ്പ് അങ്ങോട്ട് ശരിയാക്കി എടുക്കുകയാണ്. പരിപ്പ് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു കേട്ടോ, കഞ്ഞി പോലെ ആയിപ്പോയി. എന്നാലും സാരില്ല, പരിപ്പല്ലേ, ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉടഞ്ഞു പോയാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് ഉണക്കമീൻ ഇരിക്കണ കണ്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണക്ക അയിലയാണ് കേട്ടോ. അപ്പോൾ ഉണക്ക അയിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വാലൊന്ന് മാത്രം കളഞ്ഞാൽ മതിയല്ലോ, ബാക്കിയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട്, അധികം ഭയങ്കര ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കേണ്ടതൊന്നും വന്നില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് പരിപ്പ് കുത്തിക്കാച്ചിയതും ഉണക്കമീൻ പൊരിച്ചതുമാണ് കേട്ടോ. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീടൊന്ന് അടുക്കിപ്പറക്കി വെച്ചാൽ മതി. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. വീടും ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പോയി കുളിച്ച് വന്നിട്ട് ചോറ് കഴിച്ചാൽ മതി. അപ്പോൾ നല്ല ഉണക്കമീൻ പൊരിച്ചതും പരിപ്പും ഒക്കെ കൂട്ടി ചോറ് കഴിക്കാണ് കേട്ടോ. ചോറൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി, ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും നല്ല മഴക്കാറും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് വിഷുവിൻ്റെ വൈകിട്ടാണ്, വിഷുവിൻ്റെ അന്നായിരുന്നു ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ
വിഷുവിൻ്റെ അന്ന് വൈകിട്ടായപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ വന്നിട്ടോ വൈകിട്ടേക്ക്. പിന്നെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരമൽ സേമിയ പായസമൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അപ്പോഴേക്കും കറണ്ടൊക്കെ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും